ഹായ് ലേണേഴ്സ്, +1 ഇംഗ്ലീഷ് ഫോക്കസ് ഏരിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഫോക്കസ് ഏരിയയിലെ ആദ്യ ഭാഗമായ ഇസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന അധ്യായമാണ്. ലയാം ഓ ഫ്ലാഹർട്ടി എഴുതിയ അതിമനോഹരമായ ഒരു കഥയാണിത്. ഇസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ്റെ ആദ്യ പറക്കൽ. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ. നമുക്കൊരു ചെറിയ കടൽക്കാക്കയുടെ കഥ വായിക്കാം. ദാറ്റ് വാസ് അഫ്രൈഡ് ടു മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ്. തൻ്റെ ആദ്യ പറക്കൽ നടത്താൻ പേടിച്ചിരുന്ന ഒരു ചെറിയ കടൽക്കാക്ക. ഓൺ ഹൗ ഇറ്റ്സ് പാരൻസ് ഗോഡഡ് ഇറ്റ് ഇൻടു ആക്ഷൻ. എങ്ങനെയാണ് അവൻ്റെ മാതാപിതാക്കൾ അവനെ പറക്കാൻ പ്രേരിപ്പിച്ചതെന്നും ആൻഡ് ദെർബൈ എക്വിപ്ഡ് ഇറ്റ് ഫേസ് ദ ചലഞ്ചസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ എങ്ങനെയാണ് അവനെ പര്യാപ്തമാക്കിയതെന്നും എല്ലാം ഈ കഥയിലൂടെ നമുക്ക് പഠിക്കാം. എക്വിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ സജ്ജീകരിക്കുക എന്നെല്ലാം പറയാം. ഇസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ്റെ ആദ്യ പറക്കൽ. ലയാം ഓ ഫ്ലാഹർട്ടി എഴുതിയ ഒരു കഥയാണിത്. ദ യങ് സീഗൾ വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ആ ചെറിയ കടൽക്കാക്ക ഒറ്റക്കായിരുന്നു. ഓൺ ഹിസ് ലെഡ്ജ്, അവൻ്റെ പാറക്കെട്ടിൽ. ലെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? പാറക്കെട്ട്, ക്ലിഫ് എന്ന് പറയാം. ഒരു പാറക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഭാഗം. അപ്പോൾ തൻ്റെ ലെഡ്ജിൽ ആ കടൽക്കാക്ക ഏകാന്തനായിരുന്നു. ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റേഴ്സ് ഹാഡ് ഓൾറെഡി ഫ്ലോൺ അവേ ദ ഡേ ബിഫോർ. അവൻ്റെ രണ്ട് സഹോദരങ്ങളും അവൻ്റെ സഹോദരിയും കഴിഞ്ഞ ദിവസം പറന്നു പോയിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. അവൻക്ക് അവരോട് കൂടെ പറക്കാൻ പേടിയായിരുന്നു. സംഹൗ വെൻ ഹി ഹാഡ് ടേക്കൻ എ ലിറ്റിൽ റൺ ഫോർവേഡ് ടു ദ ബ്രിങ് ഓഫ് ദ ലെഡ്ജ്. എങ്ങനെയോ ആ പാറക്കെട്ടിൻ്റെ ബ്രിങ് അറ്റത്തേക്ക് അവൻ ചെറുതായെന്ന് ഓടി വന്നപ്പോൾ and attempted to flap his wings. അവൻ്റെ ചിറകടിക്കാൻ അവൻ ശ്രമിച്ചപ്പോൾ. ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്രമിക്കുക അല്ല, ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ ചിറകിട്ടടിക്കുക. അപ്പോൾ ചിറകിട്ടടിക്കാൻ ശ്രമിച്ചപ്പോൾ he become afraid, അവൻ പേടിച്ചു പോയി. The great expanse of sea stretched down beneath. കാരണം വിശാലമായ കടൽ stretched down beneath, താഴെ ഇങ്ങനെ പരന്നു കിടക്കുന്നു. and it was such a long way down. താഴത്തേക്ക് വളരെ വിദൂരമായ സ്ഥലമാണ്. ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ. താഴേക്ക് വളരെ ദൂരമുണ്ട്. മൈൽസ് ഡൗൺ, ധാരാളം മൈലുകളുണ്ട്. ഹി ഫെൽറ്റ് സർട്ടൻ, അവൻക്ക് ഉറപ്പായി തോന്നി. ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം, അവൻ്റെ ചിറകുകൾ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവനക്ക് മനസ്സിലായി. സോ ഹി ബെൻ ഹിസ് ഹെഡ്, അതുകൊണ്ട് തന്നെ അവൻ്റെ തല അവൻ കുനിച്ചു. ആൻഡ് റാൻ അവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ് വെയർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. അവൻ തിരികെ അവൻ്റെ മാളത്തിലേക്ക് തന്നെ, ആ ലെഡ്ജിന് താഴെയുള്ള ചെറിയ മാളത്തിലേക്ക് തന്നെ അവൻ തിരിച്ച് ഓടി. വേർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്, അവിടെയായിരുന്നു അവൻ രാത്രി കിടന്നുറങ്ങിയിരുന്നത്. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ വാസ് വിങ്സ് വേർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ. അവൻ്റെ സഹോദരങ്ങളുടെയും സഹോദരിയുടെയും ചിറകുകളൊക്കെ അവൻ്റെക്കാളും ചെറിയ ചിറകുകളായിരുന്നിട്ട് പോലും അവൻ്റെ ചിറകുകൾ തൻ്റെ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ചിറകിനേക്കാൾ വലുതാണ്. പക്ഷെ എന്നിട്ട് പോലും റാൻ ടു ദ ബ്രിങ്, അവരൊക്കെ എന്ത് ചെയ്തു? ആ പാറക്കെട്ടിൻ്റെ അറ്റത്തേക്ക് പോയി. ഫ്ലാപ്പഡ് ദെയർ വിങ്സ്, അവരുടെ ചിറകടിച്ചു. ആൻഡ് ഫ്ലൂ അവേ, അവരെല്ലാം പറന്നു പോയി. ഹി ഫെൽറ്റ് ടു മസ്റ്റർ അപ്പ് കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച്. പക്ഷേ ഹി ഫെൽറ്റ്, അവൻ പരാജയപ്പെട്ടു. ടു മസ്റ്റർ അപ്പ് കറേജ്, തൻ്റെ ധൈര്യം സംഭരിക്കാൻ. മസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാദർ, സംഭരിക്കുക എന്ന് പറയാം. ഹി ഫെൽറ്റ് ടു മസ്റ്റർ അപ്പ് കറേജ്, അവൻ്റെ ധൈര്യം സംഭരിക്കാൻ അവൻ പരാജയപ്പെട്ടു. ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച്, അങ്ങനെ പ്ലഞ്ച് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കുതിച്ചു ചാടുക. അങ്ങനെ മുന്നോട്ട് കുതിച്ചു ചാടാനുള്ള ധൈര്യം സംഭരിക്കുന്നത് അവൻ പരാജയപ്പെട്ടു. വിച്ച് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പറേറ്റ്, അതെല്ലാം അവനക്ക് പ്രതീക്ഷ ഇല്ലാത്തതായി തോന്നി. ഡെസ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഹോപ്പ്ലെസ്, അതൊന്നും അവനക്ക് ഒരിക്കലും സാധിക്കാത്തതായി തോന്നി. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട് കാളിങ് ടു ഹിം ഷ്രില്ലി, അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ അടുത്തേക്ക് വന്നു. കാളിങ് ഹിം ഷ്രില്ലി, വളരെ ഷ്രില്ലി എന്ന് പറഞ്ഞാൽ ലൗഡിലി, വളരെ ഉച്ചത്തിൽ അവനെ വിളിച്ചുകൊണ്ട്. സ്കോൾഡിങ് ഹിം, അവനെ ചീത്ത പറഞ്ഞുകൊണ്ട്. ത്രറ്റനിങ്, അവനെ ഭയപ്പെടുത്തിക്കൊണ്ട്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. ടു ലെറ്റ് ഹിം സ്റ്റാർ ഓൺ ഹിസ് ലെഡ്ജ്, അവൻ്റെ ലെഡ്ജിൽ അവനെ പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. അൺലെസ് ഹി ഫ്ലൂ അവേ, അവൻ പറന്നില്ലെങ്കിൽ. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം,
ഇവിടെ ശ്രദ്ധിക്കണം, ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം എന്നുള്ള എക്സ്പ്രഷൻ അവന്റെ ജീവന് വേണ്ടി അല്ലെങ്കിൽ അവന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി എന്ന് അർത്ഥം വെക്കരുത്. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം എന്ന് പറഞ്ഞാൽ അവൻ പരമാവധി ശ്രമിച്ചിട്ടും എന്നാണ് അർത്ഥം. ഫോർ ദ ലൈഫ് ഓഫ് യു അല്ലെങ്കിൽ ഫോർ ദ ലൈഫ് ഓഫ് മീ എന്നൊക്കെ പറയാറുണ്ട്. എത്ര പരിശ്രമിച്ചിട്ടും എന്നാണ് അർത്ഥം. എത്ര പരിശ്രമിച്ചിട്ടും ഹി കുഡ് നോട്ട് മൂവ്, അവനക്ക് ചലിക്കാൻ സാധിച്ചില്ല. ദാറ്റ് വാസ് 24 hours ago, ഇതെല്ലാം നടക്കുന്നത് 24 മണിക്കൂർ മുമ്പാണ്. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം, എന്നിട്ടും ഒരാളും അവന്റെ അടുത്തേക്ക് വന്നില്ല. ദ ഡേ ബിഫോർ ആൾ ഡേ ലോങ് ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് പാരന്റ്സ് ഫ്ലൈയിങ് അബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. കഴിഞ്ഞ ദിവസം മുഴുവനായി താൻ കണ്ടതാണ് തൻ്റെ രക്ഷിതാക്കൾ തൻ്റെ സഹോദരന്മാരോട് കൂടിയും സഹോദരിയോട് കൂടിയും ഇങ്ങനെ പറന്ന് നടക്കുന്നത്. പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, അവർക്കെല്ലാം പറക്കുക എന്ന കല അവർക്കെല്ലാം ശരിയാക്കി കൊടുക്കുന്നു. ടീച്ചിങ് ദം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹൗ ടു സ്കിം, എങ്ങനെയാണ് സ്കിം ദ വേവ്സ്. സ്കിം എന്ന പദത്തിനർത്ഥം ഒരു പ്രതലത്തിന് മുകളിലൂടെ അതിനെ ടച്ച് ചെയ്യാതെ വേഗത്തിൽ പോകുന്നതിനാണ്. മൂവ് ക്വിക്ക്ലി ഓവർ സർഫേസ്. ഒരു പ്രതലത്തിന് വിത്തൗട്ട് ടച്ചിങ് ദാറ്റ്, ഒരു പ്രതലത്തിന് മുകളിലൂടെ അതിനെ ടച്ച് ചെയ്യാതെ വേഗത്തിൽ പോകുന്നതിനാണ് സ്കിം എന്ന് പറയാം. അപ്പൊ സ്കിം ദ വേവ്സ്, തിരമാലകളുടെ മുകളിലൂടെ വേഗത്തിൽ എങ്ങനെയാണ് പോകുന്നതെന്ന്. ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, എങ്ങനെയാണ് മീനിനെ പിടിക്കുക, മീനിന് വേണ്ടി ഡൈവ് ചെയ്യുക എന്ന്. ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ, അവൻ ഇൻഫാക്ട് യഥാർത്ഥത്തിൽ സീൻ ഹിസ് ഓൾഡർ ബ്രദർ, അവന്റെ ഓൾഡർ ബ്രദറിനെ കണ്ടിരുന്നു. ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ്, അവന്റെ ഫസ്റ്റ് ഹെറിങ് എന്ന് പറഞ്ഞാൽ മത്തി എന്നോ ചാളയെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. അപ്പോ ഹിസ് ഫസ്റ്റ് ഹെറിങ്, തൻ്റെ മത്തിയെ പിടിച്ചുകൊണ്ട് തൻ്റെ മൂത്ത സഹോദരൻ ആദ്യമായി മത്തി പിടിക്കുന്നതും ആൻഡ് ഡിവോർ ഇറ്റ്, അതിനെ വീങ്ങുന്നതും അവൻ കണ്ടിരുന്നു. ഡിവോർ എന്ന് പറഞ്ഞ ആർത്തിയോടെ വീങ്ങുക എന്നാണ് അർത്ഥം. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, ഒരു പാറയിൽ ഇങ്ങനെ നിന്നുകൊണ്ട്. വൈൽ ഹിസ് പാരന്റ് സർക്കിൾഡ് അറൗണ്ട്, അന്നേരം അവന്റെ രക്ഷിതാക്കൾ സർക്കിൾഡ് അറൗണ്ട് റൈസിങ് എ പ്രൗഡ് കാക്കിൾ, അവന്റെ ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു. റൈസിങ് എ പ്രൗഡ് കാക്കിൾ, വളരെ അഭിമാനമുള്ള കാക്കിൾ, ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ട്. കാക്കിൾ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ശബ്ദത്തിനാണ് പറയുക. ആൻഡ് ഓൾ ദ മോർണിംഗ് the whole family had walked about on the big plateau midway down the opposite cliff. അങ്ങനെ ആ പ്രഭാതം മുഴുവനും the whole family had walked about on the big plateau midway down the opposite cliff, opposite laughing at his cowardice, അല്ലേ? അങ്ങനെ പ്രഭാതം മുഴുവനും ആ തൻ്റെ കുടുംബം, പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞ സമതലം എന്ന് പറയാം, മിഡ്വേ ഡൗൺ ദ ഓപ്പോസിറ്റ് ക്ലിഫ്, ഓപ്പോസിറ്റ് ക്ലിഫിന് താഴെയുള്ള മധ്യഭാഗത്തുള്ള ആ പ്രതലത്തിലൂടെ ഇങ്ങനെ തൻ്റെ ഫാമിലി മോർണിംഗ് മുഴുവനും നടന്നിരുന്നു. ലോഫിങ് അറ്റ് ഹിസ് കവാഡേസ്, അവൻ്റെ ഭീരുത്വത്തെ കളിയാക്കിക്കൊണ്ട്. ലോഫറ്റ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക എന്നാണ് അർത്ഥം. കവാഡേസ് എന്ന് പറഞ്ഞാൽ ഭീരുത്വം. The sun was now ascending the sky. ഇപ്പോ സൂര്യൻ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലേസിംഗ് വാമിലി ഓൺ ദ ലെഡ്ജ് ദാറ്റ് ഫേസ്ഡ് ദ സൗത്ത്, തെക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന തൻ്റെ ആ പാറക്കെട്ടിമേലേക്ക് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട്. He felt the heat because he had not eaten since the previous nightfall. കഴിഞ്ഞ അസ്തമയം മുതൽ അവൻ ഒന്നും ഭക്ഷിക്കാത്തത് കൊണ്ടാണ് അവൻക്ക് ഈ ചൂട് അനുഭവപ്പെടുന്നതെന്ന് അവൻക്ക് തോന്നി. Then he had found a dried piece of mackerel's tail at the far end of his ledge. അന്നേരം തൻ്റെ പാറക്കെട്ടിൻ്റെ വളരെ അറ്റത്ത് അവൻ, മാക്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അയില അല്ലെ? അയിലയുടെ ഉണങ്ങിയ പീസസ് എന്ത് ചെയ്തു? ഉണങ്ങിയുടെ അയില കഷ്ണത്തിന്റെ വാല് അവന് കണ്ടെത്തി. ഡ്രൈഡ് പീസ് ഓഫ് മാക്രൽസ് ടൈൽ, ഉണങ്ങിയ അയിലയുടെ വാൽ കഷ്ണങ്ങളെ അവൻ കണ്ടു. Now there was not a single scrap of food left. ഇപ്പോൾ അവിടെ ഒരു ഫുഡിന്റെ ഒരു ചെറിയ തരി പോലും അവിടെ അവശേഷിക്കുന്നില്ല. He had searched every inch. അവൻ എല്ലാ ഭാഗത്തും പരിശോധിച്ചു. Rooting among the rough dirt caked straw nests. എവിടെ വരെ ആ വൈക്കോൽ, നെസ്റ്റ് എന്ന് പറഞ്ഞാല് കൂട്, അവിടെ അവര് വൈക്കോൽ കൊണ്ടാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത്. ആ വൈക്കോൽ കൂടിൽ വരെ, ഡേർട്ട് കേക്കഡ് എന്ന് പറഞ്ഞ ചളി പുരണ്ട ആ കൂടിൽ വരെ
അവർ പരിശോധിച്ചു. വേർ ഹി ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ബീൻ ഹാച്ചഡ്. അവിടെയാണ് അവനും അവന്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ എന്ത് ചെയ്തത്? ഹാച്ചഡ്, വിരിഞ്ഞത്. ഹാച്ച് എന്ന് പറഞ്ഞ മുട്ട വിരിയുന്നതിനാ പറയാ. ഹി ഈവൻ ഗ്രൗണ്ട് അറ്റ് ദ ഡ്രൈഡ് പീസ് ഓഫ് എഗ് ഷെൽ. അവനെന്ത് ചെയ്തു? വിശപ്പ് സഹിക്കാനാവാതെ ഗ്രോ എന്ന് പറഞ്ഞാൽ കാർന്നു തിന്നുക എന്നാ പറയാ. അപ്പോ ഹി ഈവൻ ഗ്രൗണ്ട്, അവൻ കാർന്നു തിന്നു അറ്റ് ദ ഡ്രൈഡ് പീസ് ഓഫ് എഗ് ഷെൽ. അവിടെ ഉണ്ടായിരുന്ന ആ മുട്ടത്തോടിന്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ അവൻ കാർന്നു തിന്നു. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അത് അവനക്ക് തോന്നിയത് അവന്റെ തന്നെ ഒരു ഭാഗത്തെ തിന്നുന്നതായിട്ടാണ് അവനക്ക് തോന്നിയത്. He then trotted back and forth from one end of the ledge to the another. ട്രോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടുക എന്നാണ് അർത്ഥം. ട്രോട്ടഡ്. അപ്പൊ അവൻ മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. തന്റെ ലെഡ്ജിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റു ഭാഗത്തേക്ക് മുന്നോട്ടും പിന്നോട്ടും അവൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. His long grey legs stepping daintily. അവന്റെ ആ ഗ്രേ നിറത്തിലുള്ള കാലുകൾ സ്റ്റെപ്പിംഗ്, അങ്ങനെ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചു. ഡെയിൻറ്റിലി, വളരെ കെയർഫുള്ളി, ശ്രദ്ധയോടെ. trying to find some means of reaching his parents without having to fly. പറക്കാതെ എങ്ങനെങ്കിലും തന്റെ രക്ഷിതാക്കളിലേക്ക് എത്താനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ട്. but on each side of him. പക്ഷെ അവന്റെ ഓരോ ഭാഗത്തും the ledge ended in a sheer fall of precipice. ആ ലെഡ്ജ് ചെന്ന് അവസാനിക്കുന്നത് വളരെ വലിയ കുത്തനെയുള്ള ചെരുവിലേക്കാണ്. precipice എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള ചെരുവ്. with the sea beneath, താഴെ കടലാണ്. ആൻഡ് between him and his parents, അവന്റെയും അവന്റെ രക്ഷിതാക്കൾക്കുടെയും there was a deep wide crack. വളരെ വിശാലമായിട്ടുള്ള ആഴത്തിലുള്ള ക്രാക്ക്, ഒരു വിടവുണ്ട്. surely he could reach them without flying. surely he could reach them without flying. അവർക്ക് എന്തായാലും ഒരു പക്ഷേ surely he could reach them, അവനക്ക് അവരിലേക്ക് എത്താൻ കഴിയും. വിത്തൗട്ട് ഫ്ലൈയിങ്, പറക്കാതെ. ഇഫ് ഹി കുഡ്